അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു അത്ഭുത ദിക്റാണ്. അതായത് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിക്കിടന്നാൽ ഇൻഷാ അല്ലാഹ് നേരം പുലർന്നാൽ നിങ്ങൾക്ക് സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കും. നിങ്ങളുടെ മുടങ്ങിയ കാര്യങ്ങൾ നടന്നു കിട്ടും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും. ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അത് വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരും. ജോലി ഇല്ലാത്തവരാണോ? അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ഖൈറായ ജോലി നൽകും. സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകും. നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും. രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ ശിഫയായി കിട്ടും. വിവാഹം ശരിയാകാത്തവർക്ക് വിവാഹം ശരിയാകും. മക്കൾ ജനിക്കാത്തവർക്ക് സ്വാലിഹായ സന്താനങ്ങൾ ജനിക്കും. സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് നല്ല ഹൈറായ വീടുണ്ടാകും. മാത്രമല്ല, വീടിൻ്റെ പണി പൂർത്തിയാകാത്ത ആളുകളൊക്കെ ഈ ദിക്ർ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആ വീടിൻ്റെ പണി വളരെ വേഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് പൂർത്തിയാക്കാനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി അത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കി തരും. ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാ പ്രയാസങ്ങളും മാറി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു ദിക്ർ നിങ്ങൾ ജീവിതത്തിൽ നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചൊല്ലിയാൽ മതി. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് സർവശക്തനായ നാഥൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളുടെ പഠനത്തിലും അവരുടെ ഇഹലോക ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല വലിയ വിജയം നൽകട്ടെ. വിവാഹപ്രായമെത്തിയ സഹോദര സഹോദരിമാർക്ക് അവർക്ക് അനുയോജ്യമായ ഖൈറായ ഇണയെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ. വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് നല്ല സ്വാലിഹായ സന്താനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ. ജീവിതത്തിലുള്ള എല്ലാ സാമ്പത്തിക പ്രയാസവും മാറി സാമ്പത്തിക ഐശ്വര്യം, സമ്പത്തിൽ ബറക്കത്ത്, ജീവിതത്തിൽ ബറക്കത്ത്, റാഹത്ത്, സമാധാനം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ശിഫ നൽകട്ടെ, ശമനം നൽകട്ടെ. കടബാധ്യതകൾ തീർത്ത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സമാധാനം നൽകട്ടെ. നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ ഒരുപാട് തെറ്റുകളുണ്ട്, പാപങ്ങളുണ്ട്. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു നൽകുമാറാകട്ടെ. മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുവാനും അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും മുത്തുനബിയുടെ കൂടെ ഒരുമിച്ച് കൂടുവാനും അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വഴിയുമില്ലാതെ ഒരു സഹായവുമില്ലാതെ ഒറ്റപ്പെട്ടു പോയതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതുപോലെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, ഒന്നും തന്നെ നടക്കുന്നില്ല. സ്വപ്നങ്ങൾ മല പോലെയുണ്ട്, അങ്ങോട്ടെത്താനുള്ള വഴി തെളിയുന്നില്ല. മാത്രമല്ല, പലർക്കും കടങ്ങൾ ഉണ്ട്. കടങ്ങൾ പെരുകി പെരുകി അത് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നൊരു അവസ്ഥ. അതുപോലെ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞു, മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾ അനുയോജ്യമായ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് വലിയ ആഗ്രഹത്തോടുകൂടി കണ്ണീരോടുകൂടി വീടിനുള്ളിൽ 4 ചുമരക്കുള്ളിൽ കണ്ണീരോടുകൂടി കഴിയുന്ന സഹോദര സഹോദരിമാർ. അതുപോലെ ഒരുപാട് വിദ്യാഭ്യാസമുണ്ട്, എന്നാൽ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ഇരുട്ടിൽ ജീവിക്കുന്നവർ. ഒരു പ്രതീക്ഷയുടെ തിരുനാളം പോലുമില്ല. ആര് നമ്മെ സഹായിക്കും? എല്ലാ വാതിലുകളും അടഞ്ഞുപോയി. ഇങ്ങനെ വലിയ പ്രയാസത്തിലൂടെ പ്രതിസന്ധിയിലൂടെയാണോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത്?
എന്നാൽ വിഷമിക്കേണ്ട, എല്ലാത്തിനും പരിഹാരമുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരട്ടെ, ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. നിങ്ങളുടെ നിരാശകളെ പ്രതീക്ഷകളാക്കി മാറ്റാൻ കഴിവുള്ള, നിങ്ങളുടെ അടഞ്ഞ സകല വാതിലുകളെയും തുറക്കാൻ ശക്തിയുള്ള ഒരു ദിക്റാണ് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ വാക്കുകളല്ല, എൻ്റെ അഭിപ്രായത്തിൽ മാത്രം ഞാൻ പറയുകയില്ല. ഈ സർവ്വലോകങ്ങളുടെയും നാഥനായ, നമ്മളെക്കാൾ നന്നായി അറിയുന്ന സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തന്ന ഒരു ശക്തിയേറിയ പ്രാർത്ഥനയുടെ രഹസ്യമാണ് ഇത്. നമ്മുടെ ഏത് ആഗ്രഹവും പൂർത്തീകരിക്കാൻ, എത്ര വലിയ പ്രതിസന്ധികളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, കുടുക്കുകളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ദിക്റാണ്. ഈ ദിക്റിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ, ശക്തിയെക്കുറിച്ച് നമുക്കറിയാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൻ്റെ താളുകളിലൂടെ ഒരു പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഈ പ്രവാചകൻ്റെ ചുണ്ടുകളിൽ നിന്നും വന്ന വാക്കുകളാണിത്. ഈ വാക്ക് ആകാശലോകങ്ങളെ വിറപ്പിച്ചു. അള്ളാഹുവിൻ്റെ സിംഹാസനമായ അർശ് വരെ കുലുങ്ങി. മാത്രമല്ല, ഈ പ്രവാചകൻ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായ ആ പ്രതിസന്ധിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, എല്ലാ മുഅ്മിനീങ്ങളെയും ഇപ്രകാരമാണ് രക്ഷപ്പെടുത്തുക. അതായത് ഈ അത്ഭുത രക്ഷപ്പെടൽ ഈ പ്രവാചകന് മാത്രമല്ല, ലോകാവസാനം വരെയുള്ള എല്ലാ വിശ്വാസികൾക്കും, എല്ലാ മുഅ്മിനീങ്ങൾക്കും ഈ ഒരു വാക്ക് പറഞ്ഞാൽ, ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ്. അത് എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, അത് ഹലാലായ പ്രശ്നങ്ങളാണെങ്കിൽ, അതായത് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കുടുംബത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാനുള്ളവർ, ജീവിതത്തിൽ കുടുക്കിൽപ്പെട്ടു പോയവർ, ജയിലിൽ അകപ്പെട്ടു പോയവർ, സമാധാനം ലഭിക്കാൻ, പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഇരുട്ടിലാണെങ്കിലും ഈ പ്രവാചകൻ ചൊല്ലിയ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വെളിച്ചം നൽകുന്നതാണ്. പലരുടെയും ജീവിതം കാണുമ്പോൾ പുറമേ നല്ല പുഞ്ചിരിയായിരിക്കും, നല്ല സമാധാനത്തോടു കൂടിയുള്ള, നല്ല റാഹത്തോടു കൂടിയുള്ള ജീവിതമാണെന്ന് നമുക്ക് തോന്നും അവരുടെ ജീവിതം കാണുമ്പോൾ. എന്നാൽ അവരുടെ ഉള്ളിൽ പല പ്രശ്നങ്ങൾ കൊണ്ട്, പല പ്രതിസന്ധികൾ കൊണ്ട്, പല കുടുക്കിൽ പെട്ടുപോയിട്ട് അവരുടെ മനസ്സ് ഉള്ളിൽ വിങ്ങിപ്പൊട്ടുകയായിരിക്കും, ശ്വാസം മുട്ടുകയായിരിക്കും. ചില ആളുകളുടെ പ്രശ്നം അത് കടമായിരിക്കും. പലിശ അധികരിച്ചു വരുന്നു, ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വരുന്നു, കടം വീട്ടാൻ കയ്യിൽ പണമില്ല, വീട് ജപ്തി ചെയ്തു പോയാൽ എവിടെ താമസിക്കും, ഭാര്യയും മാതാപിതാക്കളും മക്കളും തെരുവിലാകും, ഒരു കൂരയില്ലല്ലോ, എന്താണ് ചെയ്യുക? മാത്രമല്ല, കടക്കാർ കാരണം പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല, തല ഉയർത്തി നടക്കാൻ സാധിക്കുന്നില്ല, നിത്യ ചിലവിന് പോലും കയ്യിൽ പണമില്ല, വലിയ ഭാരം, എന്താണ് ചെയ്യുക, വലിയ പ്രയാസം, ജീവിതം മടുത്തുപോയി എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ചില ആളുകളുടെ പ്രശ്നം രോഗമാണ്. ആശുപത്രികളിൽ കയറിയിറങ്ങുന്നു, പല ഡോക്ടർമാരെയും കാണുന്നു, ഒരുപാട് പണം ചിലവഴിക്കുന്നു, എന്നിട്ടും രോഗം മാറുന്നില്ല. ഡോക്ടർമാർ കൈമലർത്തുകയാണ്. മാത്രമല്ല, വീട്ടിൽ ഒരാൾക്ക് രോഗം സുഖപ്പെട്ടാൽ ഉടനെ അടുത്ത ആൾക്ക് രോഗം വരികയാണ്. ഉമ്മാക്ക് രോഗം സുഖപ്പെട്ടാൽ ഉപ്പാക്ക് രോഗം വരികയാണ്. ഉപ്പാക്ക് രോഗം സുഖപ്പെട്ടാൽ മക്കൾക്ക് രോഗം വരികയാണ്. ഭാര്യയ്ക്ക് രോഗം വരികയാണ്. എനിക്ക് രോഗം വരികയാണ്. അങ്ങനെ രോഗം വിട്ടുമാറുന്നില്ല. ചില ആളുകൾക്കാണെങ്കിലോ അവരുടെ ദാമ്പത്യ ജീവിതത്തിലായിരിക്കും പ്രയാസം. വർഷങ്ങളായിട്ടുണ്ടാകും വിവാഹം കഴിഞ്ഞിട്ട്, മക്കളുണ്ടായിട്ടുണ്ടാകില്ല. അത് ചിലപ്പോൾ ഭാര്യയുടെ പ്രശ്നമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം കുറയുകയാണ്, പരിഗണന കുറയുകയാണ്, അടുത്ത വിവാഹം നോക്കാൻ പോവുകയാണ്. ചിലപ്പോൾ ഭർത്താവിനായിരിക്കും പ്രശ്നം. അത് കാരണം
ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം കുറയുകയാണ്, പരിഗണന കുറയുകയാണ്, അടുപ്പം കുറയുകയാണ്, സംസാരിക്കുന്നില്ല. അവൾ അന്യപുരുഷനുമായിട്ട് ബന്ധം പുലർത്തുകയാണ്, ചാറ്റ് ചെയ്യുകയാണ്. മക്കളില്ലാത്തതുകൊണ്ട് IVF എന്ന ചികിത്സക്ക് പോകാൻ അവൾ തയ്യാറാകുകയാണ്. അത് ഭർത്താവിന് ഇഷ്ടമില്ല. ഇങ്ങനെ തുടങ്ങിയ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുണ്ട്. ജീവിതം മടുത്തുപോയവരുണ്ട്, പരസ്പരം മിണ്ടാത്തവരുണ്ട്. വീട്ടിൽ ഒരു സമാധാനമില്ല. ആരും കാണാതെ പാതിരാ രാത്രിയിൽ പോലും ഉറക്കം വരാതെ കണ്ണീരൊലിപ്പിക്കുന്ന എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇരുട്ടേറിയ ജീവിതമാണോ നിങ്ങളുടേത്? എന്നാൽ ഈ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കും. പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ സഹോദരൻ യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ലോകത്തുള്ള ഏതൊരു മുഅ്മിനീങ്ങളായ മനുഷ്യരും അവരുടെ എന്ത് ഉദ്ദേശവും നിറവേറിക്കിട്ടാൻ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവരുടെ ഉദ്ദേശം, അവരുടെ ആഗ്രഹം അള്ളാഹു സുബ്ഹാനഹു തആല നിറവേറ്റി കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാഗ്ദാനമാണ്. ഉത്തരം നൽകുക തന്നെ ചെയ്യും. നമ്മുടെ ദുആ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. കാരണം ഇവിടെ നോക്കാം, പരിഗണിക്കാം എന്നൊന്നുമല്ല പറയുന്നത്, ഉത്തരം നൽകും എന്ന് ഉറപ്പാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യാറുണ്ട്. പലരുടെയും ആവശ്യങ്ങൾ നടക്കാറില്ല. എന്താണ് അതിന് കാരണം? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ദിക്ർ വെറുതെ നമ്മുടെ നാക്കുകൊണ്ട് 100 പ്രാവശ്യം 1000 പ്രാവശ്യം എണ്ണി തീർക്കാനുള്ള മന്ത്രമല്ല, മറിച്ച് ഇതൊരു ഏറ്റുപറച്ചിലാണ്, നമ്മുടെ ഹൃദയം പൊട്ടിയുള്ള സമ്മതിക്കലാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ഈ ദിക്ർ ചൊല്ലിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരുന്നു? യാ അല്ലാഹ്, എനിക്ക് തെറ്റുപറ്റി, ഞാൻ നിസ്സഹായകനാണ്. എനിക്ക് നിന്നെയല്ലാതെ മറ്റാരെയും പേടിക്കാനില്ല, നിന്നെയല്ലാതെ മറ്റൊരാളെയും എനിക്ക് പ്രതീക്ഷിക്കാനില്ല. ഞാൻ ചെയ്ത തെറ്റിനെല്ലാമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. എന്നാലും റബ്ബേ, നീ പരിശുദ്ധനാണ്, നീ കരുണയുള്ളവനാണ് എന്നൊരു വികാരം, എന്നൊരു ഫീൽ നമ്മുടെ മനസ്സിൽ വരണം. അതായത് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് എൻ്റെ കാര്യങ്ങൾ എൻ്റെ റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ റബ്ബ് എൻ്റെ കാര്യം നടത്തിത്തരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യാൻ. നിങ്ങൾ കടബാധ്യതയുള്ളവരാണോ? കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടോ? എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ ഈ ദിക്ർ ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങളുടെ കടബാധ്യതയുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിനൊരു പരിഹാരം നൽകുന്നതാണ്. ഇനി ഏതാണ് ആ ദിക്ർ എന്ന് ഞാൻ പറഞ്ഞു തരാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. വളരെ മനോഹരമായ, വളരെ ശക്തിയേറിയ ഒരു ദിക്റാണ് ഇത്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ മാത്രമുള്ളൂ റബ്ബേ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാനായിട്ട്. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, എൻ്റെ അശ്രദ്ധ കൊണ്ടും എൻ്റെ ആർത്തി കൊണ്ടും എൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചത് കൊണ്ടും ഞാൻ തന്നെയാണ് ഈ കുഴിയിൽ വീണത്, ഞാൻ തെറ്റുകാരനാണ്. ഇങ്ങനെ മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ട് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നതാണ്. അത് ഏത് വഴിയിലൂടെയാണ് അള്ളാഹു പരിഹാരം നൽകുന്നത് എന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെയായിരിക്കും. ഇതിന് കൃത്യമായ ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിൻ്റെ കുടുംബത്തിലുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ,
ആ മനുഷ്യന് ജോലിക്ക് പോകുന്ന കൂലിപ്പണിക്കാരനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടായി. അങ്ങനെ അദ്ദേഹം ബിസിനസ്സിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്ത ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ആധാരവും വീട്ടിലുള്ള ഭാര്യയുടെയും അതുപോലെ ഉമ്മയുടെയും മക്കളുടെയും ഒക്കെ സ്വർണമെടുത്ത് വിൽക്കുകയും ചെയ്തു. വീടിൻ്റെ ആധാരം ബാങ്കിൽ കൊണ്ടുപോയി പണയത്തിൽ വെച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങി. ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് സ്വന്തം വീടിൻ്റെയും പറമ്പിൻ്റെയും ആധാരം വെച്ചുകൊണ്ട് ലക്ഷങ്ങളാണ് ബാങ്കിൽ നിന്നും ലോൺ എടുത്തത്. ലോണിൻ്റെ മാസ അടവ് തന്നെ 10,000-ങ്ങളാണ് മാസാമാസം അടയ്ക്കേണ്ടത്. എന്നാൽ അദ്ദേഹം കരുതിയത് ഈ പണമെല്ലാം അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും ലഭിക്കും എന്നായിരുന്നു. എന്നാൽ അയാൾ ഉദ്ദേശിച്ചതുപോലെ അയാളുടെ ബിസിനസ് സ്ഥാപനത്തിൽ കച്ചവടം നടന്നില്ല. അയാളുടെ കച്ചവടം തകർന്നുപോയി. അതുകൊണ്ട് തന്നെ മാസാമാസം അടക്കാനുള്ള ബാങ്കിലെ അടവ് അടക്കാൻ കഴിഞ്ഞില്ല. പുറമെ മറ്റനേകം കടബാധ്യതകൾ, വീട്ടിലെ ചിലവ്, മാതാപിതാക്കളുടെ മരുന്ന്, മാത്രമല്ല കുട്ടികളുടെ പഠനം കാര്യം, ഇങ്ങനെ മറ്റനേകം കുടുംബ മാമൂലുകളും ചിലവുകളും. അതിനേക്കാൾ വലിയ തലവേദന ബാങ്കിലെ അടവ് മാസങ്ങളോളം അടക്കാൻ കഴിയാത്തതുകൊണ്ട് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. അങ്ങനെ വലിയ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്താണ് ഇതിനൊരു പരിഹാരം, എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള അയൽവാസിയായ ഒരു ഉസ്താദുണ്ട്. ആ ഉസ്താദിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഉസ്താദ് ഒരു പരിഹാര മാർഗം പറഞ്ഞു കൊടുത്തു. ആ പരിഹാരം ഇതായിരുന്നു: ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചൊല്ലിയ ദിക്ർ. ഈ ദിക്ർ അദ്ദേഹം ഉസ്താദ് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ചൊല്ലുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ കടബാധ്യതകളും വീടി കിട്ടി, എല്ലാ സാമ്പത്തിക പ്രയാസവും മാറിക്കിട്ടി. അദ്ദേഹം ഇപ്പോൾ വലിയ സന്തോഷവാനാണ്. ഈ ദിക്ർ ചൊല്ലിയത് കൊണ്ട് അയാളുടെ ആ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ്റെ കടബാധ്യത എങ്ങനെയാണ് വീടി കിട്ടിയത് എന്നറിയണ്ടേ? അയാൾ 25 വർഷം മുമ്പ് സൗദിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ദമാമിലായിരുന്നു. ദമാമിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നു, അദ്ദേഹത്തിൻ്റെ റൂമിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് 1 രൂപ പോലുമില്ല, എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസമായി, എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് റൂമില്ല, എനിക്ക് ആരോടും അഭയം തേടാനില്ല, എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ അന്ന് ഇദ്ദേഹത്തിൻ്റെ റൂമിൽ അയാളെ കയറ്റുകയും അദ്ദേഹത്തിനോട് കുളിച്ച് വൃത്തിയാകാൻ പറയുകയും നല്ല ഭക്ഷണം നൽകുകയും മാത്രമല്ല ആ റൂമിൽ താമസിക്കാൻ പറയുകയും ചെയ്തു. അതോടൊപ്പം അദ്ദേഹം ജോലി ചെയ്യുന്ന കമ്പനിയിൽ അദ്ദേഹത്തിന് ഒരു ജോലി തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 2 വർഷത്തോളം ഇദ്ദേഹത്തിൻ്റെ കൂടെ ആ മനുഷ്യൻ ജോലി ചെയ്യുകയും ആ റൂമിൽ താമസിക്കുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹം ഭാര്യയുടെയും മക്കളുടെയും കൽപ്പന പ്രകാരം ഗൾഫ് ഉപേക്ഷിച്ച് നാട്ടിൽ സെറ്റിലാവുകയും ചെയ്തു. നാട്ടിൽ കൂലിപ്പണിയായിരുന്നു ഇദ്ദേഹത്തിന്. അങ്ങനെ വർഷങ്ങളോളം ഇവിടെ കൂലിപ്പണിയെടുത്തു. 10-20 വർഷം, 22 വർഷം നമ്മുടെ നാട്ടിലായിരുന്നു. എന്നാൽ അതിനുശേഷം ഇവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു, യാതൊരു ബന്ധവുമില്ലായിരുന്നു. അങ്ങനെ വർഷങ്ങളായപ്പോൾ അയാൾ സഹായിച്ച ആ മനുഷ്യനുണ്ടല്ലോ വലിയ കോടീശ്വരനായിട്ടുണ്ട്. സൗദിയിൽ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളും മറ്റ് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ടായി. അദ്ദേഹം കോടീശ്വരനായി. എന്നാൽ അന്നേ അദ്ദേഹം ഇയാൾ സഹായിച്ച ഇയാളുടെ ഓർമ്മ അയാളുടെ മനസ്സിലുണ്ടായിരുന്നു, ആ കരുണയുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങളോളം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ തേടി ഇവിടെ വന്നതാണ്, നാട്ടിൽ വന്നതാണ്. അങ്ങനെ അന്വേഷിച്ചു വന്ന് ഇദ്ദേഹത്തെ കണ്ടു. ഇയാളെ കണ്ടുമുട്ടിയപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി ആലിംഗനം ചെയ്തു. അവർ ഒരുപാട് സംസാരിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഒരു കച്ചവടം തുടങ്ങി. എൻ്റെ വീട്ടിലുള്ള ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ സ്വർണം പണയത്തിലാക്കി ഞാൻ കച്ചവടം തുടങ്ങി. എന്നാൽ ആ കച്ചവടം വലിയ നഷ്ടത്തിലായി. ഇപ്പോൾ എൻ്റെ വീട് ജപ്തിയുടെ വക്കിൽ എത്തിയിരിക്കുകയാണ്, വലിയ പ്രയാസത്തിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിൽ നിന്നും സഹായിച്ച ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാ കടബാധ്യതയും ഞാൻ വീട്ടാം.
അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ കടബാധ്യത കോടിക്കണക്കിന് രൂപകളുണ്ട്, നിങ്ങൾക്ക് കയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനേക്കാൾ വലുതാണ് നിങ്ങൾ 25 വർഷം മുമ്പ് എനിക്ക് നൽകിയ ആ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. അന്ന് ഞാൻ 2-3 ദിവസമായിരുന്നു ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്ന സമയത്ത് നിങ്ങളാണ് എനിക്കന്ന് ഒരു തുള്ളി വെള്ളം തന്നത്, ഉച്ചയ്ക്കുള്ള ഭക്ഷണം നൽകിയത്, മാത്രമല്ല എനിക്ക് കുടിക്കാൻ വെള്ളം തന്നത്, ധരിക്കാൻ വസ്ത്രം തന്നത്, അന്തി ഉറങ്ങാൻ വിശ്രമിക്കാൻ ദിവസങ്ങളോളം എനിക്ക് നിങ്ങൾ സൗകര്യം ചെയ്തു തന്നു. അതിൻ്റെയൊക്കെയും വാടക നിങ്ങളാണ് കൊടുത്തത്. മാത്രമല്ല എനിക്ക് നിങ്ങൾ ഒരു ജോലിയും തയ്യാറാക്കി തന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബം പട്ടിണിയില്ലാതെ അന്ന് രക്ഷപ്പെട്ടു. അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. അന്ന് നിങ്ങൾ എനിക്ക് തന്ന ആ സഹായമുണ്ടല്ലോ, അതിനേക്കാൾ ഒരിക്കലും വലിയ സഹായമാകില്ല ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ഈ കോടിക്കണക്കിന് രൂപ കടങ്ങൾ വീട്ടുന്നത്. അങ്ങനെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ സുഹൃത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആ സാധാരണക്കാരനായിട്ടുള്ള ആ മനുഷ്യൻ്റെ എല്ലാ കടബാധ്യതയും ആ മനുഷ്യൻ വീട്ടിക്കൊടുത്തു. മാത്രമല്ല അദ്ദേഹത്തിന് മരണം വരെ ജീവിക്കാനാവശ്യമായ ഒരു ബിസിനസ്, ഒരു കച്ചവടം അദ്ദേഹത്തിന് തുടങ്ങിക്കൊടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന് കാരണം ആ ഉസ്താദ് അന്ന് പറഞ്ഞു കൊടുത്ത ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഈ ഒരു ദിക്ർ ചൊല്ലിയത് കാരണമാണ് അദ്ദേഹത്തിൻ്റെ ആ സുഹൃത്ത് അദ്ദേഹത്തിനെ തേടി വരികയും അദ്ദേഹത്തെ സഹായിക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ കടബാധ്യതകളും വീട്ടുകയും ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് ഏത് വഴിയിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ സഹായിക്കുക, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുക എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ സഹായിക്കുക, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുക. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത്, ഏത് സമയമാണ് ചൊല്ലേണ്ടത് എന്ന്. എന്നാൽ ഇത് ഇത്ര എണ്ണം ചൊല്ലണം എന്നൊന്നും ഹദീസുകളിൽ കൃത്യമായി പറയുന്നില്ല. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ നമ്മുടെ ഉദ്ദേശം നിറവേറി കിട്ടുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ചില മഹാന്മാർ പറയുന്നുണ്ട് ഇത് 40 തവണ ചൊല്ലണം, ചിലർ പറയുന്നുണ്ട് 100 തവണ ചൊല്ലണം, ചിലർ പറയുന്നുണ്ട് 313 തവണ ചൊല്ലണം. നമ്മൾ എത്ര തവണ ചൊല്ലുന്നു എന്നതല്ല പ്രധാനം, നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചൊല്ലുന്നുണ്ട് എന്നതാണ് പ്രധാനം. കഴിയുമെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ മുമ്പ്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത്, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത്, കിടക്കുന്ന സമയത്ത്, ഏത് സമയത്തും നമ്മുടെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അതായത് ആദ്യമായിട്ട് നിങ്ങളുടെ വിഷമം മാറും, ടെൻഷൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല, നിങ്ങൾക്ക് നല്ല സമാധാനം ലഭിക്കും, റാഹത്ത് ലഭിക്കും, ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും, ബറക്കത്തുണ്ടാകും, അടഞ്ഞു കിടന്ന വാതിലുകൾ തുറക്കപ്പെടും, പല വഴികളും നിങ്ങൾക്ക് തുറക്കപ്പെടും, അവസരങ്ങൾ വന്നു ചേരും, പാപങ്ങൾ പൊറുക്കപ്പെടും. കാരണം ഈ ദിക്ർ ഒരു തൗബയും കൂടിയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ, ഇത് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് മാത്രമല്ല, വലിയ വലിയ ആപത്ത് മുസീബത്തുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ ഈ ദിക്ർ നമ്മെ സഹായിക്കും. പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകൾ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സർജറിക്ക് പോകുന്ന ആളുകൾ, എക്സാം ഹാളിൽ ഇരിക്കുന്ന, പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ, പല ഇൻ്റർവ്യൂവിനും അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ, ആ സമയത്ത് നിങ്ങൾ ഈ ഒരു ദിക്ർ ചൊല്ലി നോക്കൂ. നിങ്ങളുടെ മനസ്സിലുള്ള പേടി മാറി, നെഞ്ചിടിപ്പ് മാറി, നിങ്ങളുടെ മനസ്സിനൊരു ധൈര്യം കിട്ടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ ദിക്റിൻ്റെ, അതായത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഈ ദിക്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇത് ചൊല്ലുന്നതോടുകൂടി നമ്മുടെ മനസ്സ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനത്തോട് പൊരുത്തപ്പെടാൻ തുടങ്ങും. അതായത് റബ്ബേ നീ പരിശുദ്ധനാണ്, സുബ്ഹാനക എന്ന് പറയുമ്പോൾ നമ്മൾ സമ്മതിക്കുകയാണ്.
അള്ളാഹുവേ, നീ എനിക്കിപ്പോൾ തന്നതിലും തരാത്തതിലും നന്മയുണ്ട്. നിന്റെ തീരുമാനത്തിൽ ഒരു തെറ്റില്ല. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരിക്കലും ടെൻഷൻ ഉണ്ടാകില്ല. പിന്നെ എന്തിനാണ് നമുക്ക് ടെൻഷൻ? നമുക്ക് വരുന്ന എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാ കടങ്ങളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ടെൻഷൻ ഉണ്ടാകുക? നമുക്കൊരു ടെൻഷനും ഉണ്ടാകില്ല. അതാണ് നമുക്ക് അള്ളാഹുവിൽ നല്ല വിശ്വാസം വേണമെന്ന് പറയുന്നത്. വിശ്വാസമുള്ള ആളുകൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകില്ല. ഈ ദിക്ർ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും ചൊല്ലിയപ്പോൾ യൂനുസ് നബിയെ ആ മത്സ്യം കരയിൽ കൊണ്ടുവന്ന് ഇട്ടു. എന്നാൽ ആ സമയത്ത് യൂനുസ് നബി അലൈഹിസ്സലാം വലിയ അവശനായിരുന്നു. പക്ഷേ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല യൂനുസ് നബിക്ക് നല്ല ആരോഗ്യം കൊടുത്തു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചയച്ചു. നമുക്കറിയാം, യൂനുസ് നബി അലൈഹിസ്സലാം നാട് വിടുമ്പോൾ അവിടുത്തെ ജനങ്ങളൊക്കെ നിഷേധികളായിരുന്നു, ഇസ്ലാം വിശ്വസിക്കാത്തവരായിരുന്നു. എന്നാൽ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ട് ആ നാട്ടിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ജനതയിൽ കണ്ട കാഴ്ച എന്താണെന്നറിയുമോ? അവിടെയുള്ള മുഴുവൻ ജനങ്ങളും ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ ഏകദൈവ വിശ്വാസിയായിരിക്കുന്നു, അതായത് ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വരവും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. നോക്കൂ, യൂനുസ് നബിക്ക് ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നുമുണ്ടായ പരീക്ഷണത്തിനേക്കാൾ എത്രയോ വലിയ വിജയമാണ് അല്ലാഹു സുബ്ഹാനഹു തആല പിന്നീട് നൽകിയത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ രീതി. ആദ്യം നമ്മളെ ഒന്ന് ഞെരുക്കും, പിന്നീട് നമ്മെ കരയിപ്പിക്കും, വേദനിപ്പിക്കും. എന്നാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകാൻ പോകുന്ന സന്തോഷത്തിൻ്റെ വാതിലുകൾ നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര വലുതുമാകട്ടെ, അത് ഹലാലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ദിക്ർ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഈ ദിക്ർ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കാരശേഷം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം, അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയം, നിങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് കണ്ണീരോടുകൂടി അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ്. നിങ്ങളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വേഗം സ്വീകരിക്കുന്നതാണ്. അതുപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മൊബൈലിൽ നോക്കി വെറുതെ സമയം കളയാതെ നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങളുടെ ആ യാത്രയിൽ ഒരു അപകടങ്ങളും സംഭവിക്കില്ല. മാത്രമല്ല, നിങ്ങൾ എന്ത് കാര്യത്തിനാണോ പോകുന്നത് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അത് വിജയകരമാക്കി തരും. നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത്, കോപം വരുന്ന സമയത്ത് വീട്ടിലുള്ള നമ്മുടെ പങ്കാളിയുമായിട്ടോ നമ്മുടെ മക്കളുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടോ നമ്മൾ വഴക്കിടുമ്പോൾ, ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ ദേഷ്യം അടക്കാൻ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ നമുക്കുണ്ടാകുന്ന കോപം തണുക്കുകയും കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി വരുന്നതും നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുക, അള്ളാഹുവേ എന്ന് വിളിച്ച ആരും തന്നെ നിരാശരായിട്ടില്ല ഈ ലോകത്ത്. ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും, വാതിലുകൾ എല്ലാവരും കൊട്ടിയടക്കപ്പെട്ടാലും, നിങ്ങൾക്ക് മുട്ടി വിളിച്ചാൽ ഏത് പാതിരാ സമയത്തും അത് തുറക്കുന്ന ഒരു വാതിൽ റബ്ബിൻ്റെ വാതിൽ മാത്രമേ ഉള്ളൂ. റബ്ബിൻ്റെ വാതിൽ വേഗം തുറക്കാൻ ഉപയോഗിക്കേണ്ട താക്കോലാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് എന്ത് പറഞ്ഞാലും, എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും ഇൻഷാ അല്ലാഹ് ഉടനടി അല്ലാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും നിറവേറിക്കിട്ടാൻ, പ്രയാസം മാറാൻ, വീട്ടിൽ സമാധാനമുണ്ടാകാൻ, ജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ, നമ്മുടെ വീട്ടിലും ജീവിതത്തിലും നമ്മുടെ വാഹനത്തിലും എല്ലാ കാര്യത്തിലും എല്ലാ മേഖലകളിലും ബറക്കത്തുണ്ടാകാൻ, ഇഹലോകത്തും നമുക്ക് വലിയ വിജയമുണ്ടാകാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ചോദിച്ചു വാങ്ങാൻ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ
ഈ ദിക്ർ നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ട് ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് കണ്ണീരോടുകൂടി ദുആ ചെയ്യുക. ചുരുങ്ങിയതാണ് ഒരു പ്രാവശ്യം. കഴിയുമെങ്കിൽ 3 പ്രാവശ്യം, അല്ലെങ്കിൽ 40 പ്രാവശ്യം, 100 പ്രാവശ്യം, 1000 പ്രാവശ്യം, എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. എന്നാൽ ചുരുങ്ങിയത് ഒരു പ്രാവശ്യം നമ്മൾ ചൊല്ലിയാൽ പോലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതാണ്. അത്രയ്ക്കും വലിയ മഹത്വമുള്ള പവറുള്ള ഒരു ദിക്റാണ് ഇത്. ഇനി നിങ്ങൾക്ക് ദുആക്ക് ഇജാബത്തുള്ള പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം സുജൂദിൽ കിടന്നുകൊണ്ട് കണ്ണീരോടുകൂടി ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടും നിങ്ങൾക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. എപ്പോഴും ഈ ദിക്ർ ധാരാളം ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്ർ നമുക്ക് ജീവിതത്തിൽ ധാരാളം ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റി തരട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് എന്ത് ഉദ്ദേശമാണോ നിറവേറി കിട്ടാനുള്ളത് അതൊക്കെയും അല്ലാഹു നല്ല ഭംഗിയായിട്ട് സഫലമാക്കി കൊടുക്കട്ടെ. ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വിവാഹം ശരിയാകാത്തവരുണ്ട്, സന്താനങ്ങൾ ജനിക്കാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്. സർവശക്തനായ അല്ലാഹുവേ, യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ ആ മത്സ്യത്തിൻ്റെ ഇരുട്ടിൽ നിന്നും വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ നിറവേറ്റിത്തരണേ അല്ലാ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഈ വചനം ഞങ്ങളുടെ നാവിനും ഹൃദയത്തിനും നീ എളുപ്പമാക്കി തരണേ അല്ലാ. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തുപോയ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഭാര്യയ്ക്ക്, മക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യണേ അല്ലാ. ഈ ലോകത്ത് ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും നാളെ പരലോകത്ത് അല്ലാഹുവേ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതൊരു അറിവായി നിങ്ങൾ സൂക്ഷിക്കാതെ ഇത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.